ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. നമുക്ക് രാമായണ പാരായണം തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവേശ്വര. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. സ്പീഡിന് വായിച്ചാലേ ഇത് തീരത്തുള്ളു. അത് അപ്പം അക്ഷരം തിരിയാതെ പോകും. നമ്മളിവിടെ സീതയും കൊണ്ട് ഇവിടെ വസിക്കാനൊരു സ്ഥലം ചോദിച്ചപ്പോൾ വാൽമീകിയുടെ ആശ്രമത്തിലല്ലേ ചെന്നത്. അപ്പോൾ ഇവിടെ താമസിക്കാൻ എല്ലാ ഹൃദയം എങ്ങനെയുള്ളതാണെന്നെല്ലാം പറഞ്ഞു കൊടുത്ത് താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം. അപ്പോൾ എങ്ങനെയുള്ള ഹൃദയങ്ങളിലാണെന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ സന്തതം ത്വന്നാമമന്ത്ര ജപ ശുചി സന്തോഷ ചേതസ ഭക്തി ദ്രവാത്മന. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തി കൊണ്ട് ദ്രവം കണ്ണുനീരുണ്ടാകും. അങ്ങനെയുള്ള അന്തർഗതനായി വസിക്കുക നീ സീതയ. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കുക സീതയും കൊണ്ട്. ചിന്തിത ചിന്താമണി ദയാവാരിധേ. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി അങ്ങോട്ട് വായിക്കാം. ഭഗവാനെ കർണ അമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും ആവതുമല്ലല്ലോ. ചിന്മയനായ നിൻ നാമ മഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ. അങ്ങനെയാണ് ഈ വാൽമീകി ഇങ്ങനെ ആയിത്തീർന്നത്. ഭഗവാന്റെ നാമമഹിമ കൊണ്ടാണ് ബ്രഹ്മമുനിയായത്. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദകൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രമം ചോരന്മാരോടുകൂടെ ചേർന്ന്. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദുജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത. സപ്തമുനികൾ വരുന്ന അതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ
മൂഢനായി മധ്യാഹ്നമാർത്താണ്ട തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനഘോര മഹാവനി ദൃഷ്ട്വാ സസംഭ്രമനോട് അരുൾ ചെയ്തു. തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്ര കിം തുഷ്ടമതേ പരമാർത്ഥം പറകന്ന് തുഷ്ട്യാ മുനിവരന്മാർ അരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവകളോടിഷ്ടമതീയം പറഞ്ഞേ നിർവാത്മജ. ഇതെല്ലാം ദശരഥ മഹാരാജാവായ ശ്രീരാമനോട് ദശരഥ മഹാരാജന്റെ മകനായ ശ്രീരാമനോട് വാൽമീകി പറയുന്നതാണ്. ഞാനിങ്ങനെ ഒരുപാട് ദുഷ്ടതകൾ ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ആയിത്തീർന്നത്. സപ്തർഷികളൊക്കെ വന്നപ്പോൾ അവരുടെയും പിടിച്ചു പറിക്കാൻ ചെന്നു. എന്താ നീ എന്ത് ചെയ്യാൻ പോകുന്നു ദുഷ്ടമതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം പറയുന്നു. പുത്രധാരാദികളുണ്ട് എനിക്ക് എത്രയും ക്ഷുത്രപ്രീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോട് ഗ്രഹിച്ചിടണം. ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാർ അത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക. നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നീടും അത്രയും ഞങ്ങൾ നിസ്സംശയം. ഇത്തം ആകർണ്യ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്താൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലം ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ പുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. ഭാര്യടുത്ത് മക്കളുടെ ചോദിച്ചു, ഈ പാപമൊക്കെ ചെയ്ത് നിങ്ങളും കൂടെ പൂജിക്കുന്നു. ഇത് പാപം ഞാൻ തന്നെ തിന്നണോ അതോ നിങ്ങളും കൂടെ അതിൻ്റെ പങ്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? അതുകൊണ്ട് ചെയ്യുന്നവർ തന്നെ അനുഭവിക്കണമെന്ന് അവർ പറഞ്ഞു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക നീ വരൂ. ഞാനും അത് കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചു ഓരോതരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്ന് നമസ്കരിച്ചിടിനേൻ. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പാപം തന്നെ വാൽമീകി തന്നെ കഴിക്കണമെന്ന്. പാപം പൂജിക്കണ്ടേ? നിത്യതപോധന സംഗമ ഹേതുനാ ശുദ്ധമായി വന്നിത് അന്ധകരണവും തെക്കുവാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ച് എൻ പാദസന്നിധോ. അദ്ദേഹത്തിന് വില്ലുവമ്പെല്ലാം ദൂരെ കളഞ്ഞിട്ട് എല്ലാം ത്യജിച്ചു. ഈ ഇങ്ങനെയുള്ള ദോഷകർമ്മങ്ങളൊന്നും ഇനി ചെയ്യത്തില്ല എന്ന് കരുതിയിട്ട് ഈ മഹർഷിമാരുടെ അവർ പറഞ്ഞു അവിടെ തന്നെ നിന്നോളാം, നീ പോയി ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മഹർഷിമാരുടെ പാദസന്നിധോ ദുർഗതി സാഗരേ മഗ്നനായിടുവാൻ നിർഗമിച്ചിടും. എന്നെ കരുണാത്മന രക്ഷിച്ചു കൊള്ളണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാർ അരുൾ ചെയ്തു. അദ്ദേഹം അവരുടെ പാദത്തിൽ വന്ന് വീണ് എന്നെ രക്ഷിക്കണമേന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ഉത്തിഷ്ഠ ഭദ്രം ഉത്തിഷ്ഠതേ സന്തതം സ്വത്തസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. എഴുന്നേൽക്കൂ. ഈ വാൽമീകി അന്നത്തെ വാൽമീകി അടുത്ത് പറഞ്ഞു. ഇപ്പോഴാണ് വാൽമീകി അത് അന്ന് എല്ലാവരെയും നിന്നും പിടിച്ചു പറിക്കുന്ന ഒരു ദുഷ്ടനായിരുന്നല്ലോ. അവരുടെ പാദത്തിൽ വന്ന് വീണ് അങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് സദ്യ ഫലം വരും സജ്ജന സംഗമാ വിദ്യുജ്ജനാന മഹത്വം ഏതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം. എന്നാൽ നിനക്ക് അതിനാലേ ഗതി വരും. അന്യോന്യം ആലോകനം ചെയ്തു മാനസേ ധന്യത ബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനായ ഏറ്റവും ദ്വിജാധമനാം ഇവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോ പിവാ. അതായത് ഇത്രയും ദുഷ്ടനായ അധമനായ ഇവനെ അവൻ അങ്ങനെ ഇത്രയും ദുഷ്ടനാണെങ്കിലും വന്ന് അപേക്ഷിച്ചല്ലോ. ദിവ്യജനത്താലെല്ലാം ഉപേക്ഷിതനാണ് ഇവൻ. ആരും ഇവനെ സ്നേഹിക്കത്തില്ല, അങ്ങനെ ഉള്ളവനാണ്. എന്നാലും രക്ഷേതി നമ്മുടെ വന്ന് ശരണം പ്രാപിച്ചുകൊണ്ട് ഇവനെ രക്ഷിക്കണം. മോക്ഷമാർഗോ ഉപദേശന രക്ഷിക്കണം. സാക്ഷാൽ പരബ്രഹ്മബോധ പ്രധാനീന യുദ്ധമുഖുത രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യവൻ ജപിക്ക നീ. അങ്ങനെ ഉപദേശം കൊടുത്തു. ഇങ്ങനെ ജപിക്കണം മരാമരേത്യവം എന്ന് പറഞ്ഞു കൊടുത്തു. ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരതം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ.
ഇത്തം അനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥ ഗമിച്ചിടിനാർ. അങ്ങനെ അവർ പറഞ്ഞിട്ട് പോയി വരുവോളം നീ ഇങ്ങനെ തന്നെ ഇരിക്കണം. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ട് എന്നുടൽ മൂടി ചമഞ്ഞിതു, മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. ഈ ലോകം പുറമേ ഒന്നും കാണാൻ വയ്യാതെ പുറ്റിനകത്തായിപ്പോയി. അത്രയും നാൾ തപസ്സ ഇങ്ങനെ ഇരുന്നു. താപസേന്ദ്രന്മാർ എഴുന്നള്ളിനാർ, ഗോപതിമാർ ഉദയം ചെയ്തതുപോലെ. അങ്ങനെ ഇരുന്നപ്പോൾ അവർ വന്നു. എങ്ങനെയാ? സൂര്യൻ ഉദിക്കുന്നത് പോലെ ശോഭയോടുകൂടി ഈ സപ്തർഷികൾ തിരിച്ചു വന്നു. അപ്പോഴത്തെ ഇദ്ദേഹം പുറ്റിനകത്താ. നിഷ്ക്രമിച്ചിടന്ന് ചൊന്ന് അത് കേട്ടു ഞാൻ നിർഗമിച്ചിടിനേ നാശുനാകൂതരാൽ. വാൽമീക മധ്യതോ നിന്ന് ജനിക്കയാൽ ആ മുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ. വാൽമീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായ ബ്രഹ്മജ്ഞനാകനീ. അങ്ങനെയാണ് വാൽമീകി പുറ്റിനകത്തുനിന്ന് ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് വാൽമീകി ഇവർ മുനിശ്രേഷ്ഠനായി ഭവാൻ ബഹുലാംനായ വലിയൊരു ബ്രഹ്മജ്ഞാനിയായി തീരുക, വേദജ്ഞാനി എല്ലാം. അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ചമച്ചത് ഈ പുരാണങ്ങൾ. ആംനായ വേദിയായി ബ്രഹ്മജ്ഞനാകനി എന്നാലുള്ള ചെയ്തെഴുന്നള്ളി മുനികളും. അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും അന്നോട്ടാണ് ഞാൻ ഇങ്ങനെ വാൽമീകിയായി മാറിയതും ഇങ്ങനെ ഇതുപോലെ ആയതും. അതായത് ശ്രീരാമനൊക്കെ ഇപ്പോൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ വാൽമീകി ആശ്രമത്തിൽ ഇത്രയെല്ലാം ശോഭനമായി വന്നതെല്ലാം അതിന് ശേഷമാണ്. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനീൻ. അപ്പോൾ ഭഗവാന്റെ ആ നാമം കൊണ്ട് രാമേതി എന്ന് പറഞ്ഞ് എത്ര നാളാ? 1000 യുഗം. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെയായി തീർന്നു. രാമനാമത്തിൻ്റെ മഹാത്മ്യമാണ് ഇങ്ങനെ വന്നത്. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാണുന്നതിന് അവകാശവും. ഇങ്ങനെ ഭഗവാനെ തന്നെ സാക്ഷീകരിക്കാൻ, അതായത് സാക്ഷാത്കരിക്കാൻ വന്നത് ഇങ്ങനെ നേരിട്ട് കണ്ടില്ലേ? ഇതെല്ലാം അങ്ങനെ വന്നതാണ്. വന്നത് എനിക്ക് മുന്നം ചെയ്ത പുണ്യം. അങ്ങനെ വന്നത് എൻ്റെ പുണ്യമാണ്. നന്നായി ഫലിച്ചു കരുണാ ജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം നേരായി കണ്ടു വിമുക്തനായേനഹം ത്രാണ നിപുണ ധൃതൃദശകുലപതേ. അങ്ങനെ ആണിപ്പോൾ ശ്രീരാമൻ നേരിട്ട് കണ്ടു വാൽമീകി. ചിത്രകൂട പ്രവേശം. സീതയാസാർത്ഥം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളി ഞാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാ മുനി. ചിത്രകൂടാചലഗംഗയോർ അന്തരാ ചിത്രമായോരുടജം തീർത്തുമാ മുനി. തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷി വിമോഹനമായി 2 ശാലയും നിർമ്മിച്ച് അവിടെ ഇരിക്കുന്ന അരുൾ ചെയ്തു. മന്മഥ തുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവിടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദം ഉൾക്കൊണ്ടു മേവിനാൻ. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാടുന്നത് പോലെ. ദേവലോകത്ത് ദേവേന്ദ്രൻ എങ്ങനെയാ കഴിയുന്നത് അതുപോലെ ലക്ഷ്മണനോടും സീതയോടും ശ്രീരാമനിങ്ങനെ സ്വർഗീയാവസ്ഥയിൽ ഇങ്ങനെ കഴിയുന്നു. ആ ആശ്രമത്തിൽ പർണശാല തീർത്തു കൊടുത്ത് ഈ മുനി. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രനും ഏറിയോർ അന്തശുചാ ചെന്ന് അയോധ്യ ബുക്കിടിനാൻ. ഇങ്ങനെ കൊണ്ടാക്കിയിട്ട് ഗുഹന്റെ അവിടം വരെ കൊണ്ടാക്കിയിട്ട് മന്ത്രി അങ്ങ് തിരിച്ചു ചെന്ന കാര്യം എണ്ണി പറഞ്ഞു. വസ്ത്രേണ വക്രവും ആച്ഛാദ്യ കണ്ണുനീർ അത്യർത്ഥ വിറ്റിറ്റു വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്ത് നിർത്തിച്ചെന്ന് ധീരതയോട് നിർവനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡ ഗോത്ര ജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോട് ആശ ചോദിച്ചു നൃപോത്തമൻ. ഇങ്ങനെ സുമന്ത്രർ ചെന്ന് ഇതെല്ലാം അദ്ദേഹത്തിനോട് രാജാവിനെ കണ്ട് നമസ്കരിച്ച് അപ്പോൾ രാജാവ് ചോദിച്ചു, സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ? അവരെവിടെയാ ഇരിക്കുന്നത്? നിർലജനായ അതിപാപിയ എന്നോട് ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയത് എന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു? വിശേഷിച്ച് ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്തിരിപ്പാനും
മക്കളെയും കണ്ട് എനിക്ക് മരിപ്പാനും ഇക്കാലം ഇല്ലാതെ വന്നു. സുഹൃതവും യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോട് ഉര ചെയ്തു. സുമന്ത്രനും ഇങ്ങനെയെല്ലാം കരഞ്ഞും പറഞ്ഞിരിക്കുന്ന രാജാവിനോട് സുമന്ത്രർ പറയുന്നു: ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്ന് ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു. ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ട് അത് തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ച് ദുഃഖിയായി ആരുമേ അടുത്ത് പറയണം. ഇങ്ങനെ എന്നെ വിചാരിച്ച് ആരും ദുഃഖിക്കണ്ട. ചൊല്ലണം, എന്നുടെ താതനോടും ബലാൽ അല്ലൽ ഉള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. അയോധ്യക്കാളും സുന്ദരം സുഖവാസമാണ് ഈ വനം. അവിടെ മോക്ഷത്തിനും മോക്ഷത്തിനും വലിയ മാർഗമുണ്ട്. മാതാവിനും നമസ്കാരം. വിശേഷിച്ച് ഖേദം എന്നെക്കുറിച്ചുണ്ടാകരുത് ഏതും. അമ്മയ്ക്കും വിശേഷിച്ച് എന്നെക്കുറിച്ചൊരു വിഷമം ഉണ്ടാകരുത്. പിന്നെയും ചൊല്ലുക. പിതാവ് അതിഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. വീണ്ടും പറഞ്ഞു, പിതാവ് എന്നെ ഓർത്ത് ദുഃഖിക്കരുത്. നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അമൃതമാകുന്ന വാക്കുകൾ പറഞ്ഞ് പിതാവിൻ്റെ വേദന അകറ്റണമെന്നെല്ലാം പറഞ്ഞ് എന്നോട് വിട്ടു. ജാനകിയും തൊഴുത് എന്നോട് ചൊല്ലിനാൻ, ആനന പത്മവും താഴ്ത്തി മന്ദം അശ്രുകണങ്ങളും വാർത്തു സകൽഗതം ശുശ്രുപാദേഷു സാഷ്ടാംഗ നമസ്കാരം. തോണി കരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേൻ അടിയനും. തോണി വള്ളം കയറി അക്കരെ ചെല്ലുന്നോര് അടിയൻ, അതായത് സുമന്ത്രര് അവിടെ പ്രാണം കളയുന്ന പോലെ അവിടെ നിന്നു, കണ്ടുകൊണ്ട് നിന്നു. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്ന് ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറെ ധൈര്യം ആലംബ്യം മന്ദം നിവർത്തനായിടിനാൻ. 5-6 നാഴിക വരെ അവിടെ ഞാൻ ശരീരം പോലെ നിന്നത് കണ്ട് അക്കരെ കിടക്കുന്നവർ അങ്ങനിട്ട് എനിക്ക് കുറേ നേരത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടേ വരദ്വയം. ഇഷ്ടയായൊരു കൈകേയ്ക്ക് രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവനി പാപി എന്തു പിഴച്ചതു ദൈവമെന്ന് പറഞ്ഞ് കൗസല്യ കരയുന്നു. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്യുന്നതിന് എന്തൊരു കാരണം? ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്ന അതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖം ഉൾക്കൊണ്ട് മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാം ഉരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമെടുത്ത തപോധനൻ, അതായത് ഇങ്ങനെ എന്നെ എൻ്റെ പുണ്ണിനകത്ത് ഒരു കൊള്ളിയോട് വെച്ച് എന്നെ വേദനിപ്പിക്കാതെ കൗസല്യേ, ഇത് ഒരു തപോധനൻ എന്നെ എനിക്ക് തന്ന ശാപമാണ്. അതാണ് പറയാൻ പോണത്. ഇനി ഒരു വയസ്സായ താപസൻ ഇദ്ദേഹത്തെ ശപിക്കാനുള്ള കാരണം, അത് അദ്ദേഹം പ്രാണൻ എടുക്കാനുള്ള സമയമാണ്. പ്രാണപ്രയാണം അടുത്ത തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപപ്രകാരം മനോഹരേ. സാക്ഷാൽ തപസികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രവും ശരജാലവും, അതായത് അമ്പുമില്ലും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി ഇദ്ദേഹം വേട്ടയാടി വിവശനായി അവിടെ നിന്നു. വാഹിനി തീരെ നദീതീരത്ത് വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി, അതായത് ഒരു മുനിക്കുട്ടൻ കുട്ടി മുനിയുടെ മകൻ ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോട് ഇരുട്ടത്ത് പുറപ്പെട്ടു. കുംഭവും കൊണ്ട് നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോട് മുക്കും വിധവും. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു. കുംഭി തുമ്പിക്കയിൽ അംഭോഗതം ഇതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ. ദൃഢമായ ചെടിനേൻ കുട്ടി വെള്ളം കുടം കൊണ്ടുവന്ന് നദിയിൽ നിന്ന് വെള്ളം വയ്ക്കുമ്പോൾ ബുംബുമെന്ന് കേൾക്കും. അത് തുമ്പിക്കൈ കൊണ്ട് ആന വെള്ളം എടുത്തതാണെന്ന് കരുതി അവിടേക്ക് സായകം ഞാൻ വിട്ടു. നദീതീരത്തിരുന്ന് അങ്ങനെ ഹാഹാഹദോസ്മ്യഹം ഹാഹാഹദോസ്മ്യഹം ഹാഹീതി കേട്ടത് മാനുഷവാക്യവും. അപ്പോഴാ അറിയുന്ന മനുഷ്യൻ്റെ ശബ്ദമാണല്ലോ. ഞാൻ കൊല്ലപ്പെട്ടു എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് കരയുന്നു. ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല. കേനവാഹന്ത ഹദോഹം ഇതേ. വൃഥാ പാർത്തിരിക്കുന്നത് മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ട് തണ്ണീർക്ക് ദാഹിക്കാൻ. എൻ്റെ മാതാപിതാക്കൾ ദാഹിച്ച് വ്യസനം അവിടെ ഇരിക്കുന്നു. വെള്ളത്തിന് വേണ്ടി തണ്ണീര്, അതിന് ഞാൻ വന്നതാണ്. ഞാൻ ആർക്കും ദോഷം ചെയ്തില്ല, ഞാൻ കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞ് കരയുന്നു. ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിസ്ത്രസ്ഥനായി തത്ര ചെന്നത്തലോടും ഞാനങ്ങനെ ഭയപ്പെട്ട്
അങ്ങനെ ഞാൻ അവിടെ ചെന്നു. കുട്ടി അപ്പോൾ താപസബാലകൻ പാദങ്ങളിൽ വീണ്, ഈ കുട്ടിയുടെ പാദത്തിൽ ഞാൻ വീണ് താവേന ചൊന്നേൻ മുനിസുതനോട് ഞാൻ. അങ്ങനെ ഞാൻ വിഷമത്തോടുകൂടി കുഞ്ഞിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിട്ട് ഞാൻ വിഷമത്തോടുകൂടി പറഞ്ഞു, സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമ അപരാധീനം, ഞാൻ ചെയ്ത അപരാധം രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ താണുവീണ് കുഞ്ഞിൻ്റെ പാദത്തിൽ. ഞാൻ അറിയാതെ മൃഗയാ വിവശനായ ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്ത് ബാണമേതേ നദിപാപിയായൊരു ഞാൻ ആന വെള്ളം കുടിക്കുന്നതാണെന്ന് കരുതിയാണ് ഞാനിവിടെ അങ്ങനെ ചെയ്തത്. പ്രാണൻ കളയുന്നതുണ്ട് ഇനി വൈകാതെ, എനിക്ക് അത്രമാത്രം എൻ്റെ വിഷമമുണ്ട്, എൻ്റെ പ്രാണൻ പോകുന്നു. ഈ ദശരഥ മഹാരാജ് അത്രത്തോളം അപേക്ഷിച്ചു. പാദങ്ങൾ വീണ് കേണിയിടും എന്നോട് ഖേദം കരണം ചൊന്നാൻ മുനിബാലകൻ. അങ്ങനെ എന്നോടപ്പോൾ കുട്ടി പറയുന്നു, കർമ്മമത്രേ തടുക്കാവതല്ല ആർക്കുമേ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകയില്ലതേ. വിഷമിക്കേണ്ട, ഇത് ബ്രഹ്മഹത്യാ പാപമൊന്നും വരത്തില്ല, ഞാൻ ബ്രാഹ്മണനല്ല, വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കാൻ. നീ ഏതുമേ വൈകാതെ, എൻ്റെ പിതാക്കന്മാർ ദാഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ട് നേത്രവും കാണാതെ കണ്ണു കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹീന ഞാൻ ജലം കൊണ്ടങ്ങ് ചെല്ലുവാൻ, ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിന് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ദാഹം കെടുപ്പിക്കൂ, ദാഹം ഇല്ലാതാക്കൂ, വെക്കം തന്നെ ഈ തണ്ണീർ കൊടുത്ത് ഈ വെള്ളം കൊണ്ടുപോയി കൊടുക്കൂ. വൃത്താന്തമെല്ലാം അവരോട് അറിയിക്കാൻ, സത്യമെന്നാൽ അവർ നിന്നെ രക്ഷിക്കും. എന്നോട് താതിന് കോപം ഉണ്ടാകിലോ, നിന്നെയും ഭസ്മമാക്കി ഇടുമറിയ നീ ഒന്ന് സത്യം പറയണം അവരോട്. പ്രാണങ്ങൾ പോകാൻ പീഡയുണ്ട്, ഏറ്റവും ബാണം പറിക്ക നീ വൈകരുത് ഏതുമേ. അതുകൊണ്ട് എൻ്റെ പ്രാണൻ പോകാൻ വിഷമിക്കുന്നു, ഈ അമ്പ് എൻ്റെ ദേഹത്ത് നിന്ന് ഊരിക്കളയൂ, പറിച്ചു കളയൂ എന്നു കേട്ടു. ശല്യം ഉദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ട്, സജലം ആ ജലവും കലശം കുടവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കുന്ന അവിടേക്ക് അതിസംഭ്രമത്തോട് ഞാൻ ചെല്ലും. ദശാന്തരി അങ്ങനെ മാതാപിതാക്കൾ അടുക്കലേക്ക് ചെന്ന് വൃദ്ധതയോട് നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ, ഭർത്തിക്കും എങ്ങൾക്ക് തണ്ണീർക്ക് പോയൊരു പുത്രനും ഇന്ന് മറന്നു കളഞ്ഞതോ. താമസിക്കുന്നുണ്ട് കുഞ്ഞിനെ ഞങ്ങളെ മറന്നോ, മറ്റിലൊരാശ്രയം ഞങ്ങൾക്ക് ഒരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്ത് വൈകിടുവാൻ. എന്താ ഈ കുട്ടി ഇങ്ങനെ താമസിക്കുന്നത്? ഭക്തിമാൻ ഏറ്റവും അത്രമാത്രം ഭക്തിയായിരുന്നു, മുന്നും എല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാര. ബലർ തന്നെ പറയുന്നു, ഇപ്പം നീ ഞങ്ങളെ ഉപേക്ഷിച്ചോ, നീ നല്ലവനായിരുന്നല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ വരാൻ കാരണം? താമസിക്കുന്നതുകൊണ്ടാണ്. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധു മൽപാദ വിന്യാസജ ധ്വനികൾക്കായി. അങ്ങനെ കാലുകൊണ്ട് നടക്കുന്ന സൗണ്ട് അവർ കേട്ടു, ശബ്ദം കേട്ടു. കാൽപര്യമാറ്റം മതീയം തഥാ കേട്ടു. താല്പര്യമോട് പറഞ്ഞു ജനകനും. അങ്ങ് പിതാവ് പറയുന്നു, വൈകുവാൻ എന്തു മൂലം മമ നന്ദന. കാണത്തില്ലല്ലോ, കുട്ടിയാണെന്ന് വിചാരിച്ചു. വേഗന തണ്ണീർ തരിക നീ സാദരം. യുദ്ധമാകരണ ഞാൻ ദമ്പതിമാർ പദം ഭക്തിയ നമസ്കരിച്ച് എത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചു തന്നീരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്നു പേർ. രാത്രവും വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ട് കുംഭീവരൻ തുമ്പിക്കരൻ തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദം നോർക്കയാൽ അമ്പയച്ചേൻ. അറിയാതെ അതും ബലാൽ പുത്രന് കൊണ്ടു നേരത്ത്. ഞാൻ അറിയാതെ അമ്പസ് വെള്ളം തുമ്പിക്കൽ എടുക്കുന്നതാണെന്ന് കരുതി ഞാൻ അമ്പയച്ചു. അത് ബലാൽ അത് പുത്രന് കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ത ചെന്നീടിനെ. ഞാനങ്ങനെ വിഷമിച്ചും ഭയപ്പെട്ട് ഞാൻ അവിടേക്ക് ചെന്നു. ഇത് ഒരു മനുഷ്യ ശബ്ദമാണല്ലോ കേൾക്കുന്നത്, കരച്ചിൽ. ബാലനെ കണ്ടു നമസ്കരിച്ചേൻ, അതുമൂലം അവന് എന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞ് വയസ്സുമേറെ പുക്ക് പർണശാലാന്തേ വിശന്ന് ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്ന് എന്നോട് ചൊല്ലിനാൻ. അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ചെന്ന് പെട്ടെന്ന് വെള്ളം കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടുടറ്റോട് വന്നേനി. ജ്ഞാനികളാ നിങ്ങളൊക്കെ ക്ഷമിക്കണം. അതുകൊണ്ട് നിങ്ങൾ ജ്ഞാനികളല്ലേ, അറിവുള്ളവരല്ലേ, അതുകൊണ്ട് ഇതെല്ലാം ക്ഷമിക്കണം. ശ്രീപാദപങ്കജം എന്നിയേ മറ്റില്ല പാപിയായൊരടിയൻ അവലംബനം. അവിടെ നിന്നല്ലാതെ ഞങ്ങൾക്ക് എനിക്ക് ആരും ആശ്രയമില്ല, അവിടെ നിന്നാണ് എനിക്ക് അവലംബനം. ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ. നിങ്ങൾ താപസന്മാരല്ലേ, ജന്തുക്കളുടെ കൃപയുള്ളവരല്ലേ. യുദ്ധമാകർണ്യ കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്ന് ചൊല്ലിയിടിനാൻ. അങ്ങനെ മാതാപിതാക്കൾ കരഞ്ഞു ദുഃഖമായിട്ട് കിടന്ന് പറഞ്ഞു, പുത്രൻ എവിടെ കിടക്കുന്നിതോ ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിരണം. ഞാൻ അത് കേട്ട് അവർ തമ്മ എടുത്ത് അതിധീരതയോട് മകൻ്റെ ഉടൽ കാട്ടിനീൻ. ഇത് ആരോട് പറയുന്നു? കൗസല്യടുത്ത്
ദശരഥ മഹാരാജാവ് ഇപ്പോഴത് പറയുന്നത്. ഇത്രയും ദുഃഖം വന്നപ്പോൾ പറയുന്നത് പണ്ട് നടന്ന സംഭവം അതിൻ്റെ ശാപമാണെന്നാണ്. കഷ്ടമാഹന്ത കഷ്ടം കർമ്മം എന്നവർ തൊട്ട് തലോടി തനയ ശരീരവും അങ്ങനെ മാതാപിതാക്കളെ കൊണ്ട് മകൻ്റെ ഉടൽ കാണിക്കാൻ നമ്മൾ തൊട്ട് തലോടിയിട്ട് കഷ്ടമാഹന്ത കഷ്ടം എന്ന് ഈ മകൻ്റെ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോട് അവർ എന്നോട് ചൊല്ലിനാർ. അവർ വിഷമിച്ച് എന്നോട് പറഞ്ഞു, നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയും ഏറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനാൻ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും. അങ്ങനെ ഞാൻ വലിയൊരു ചിത കൂട്ടി. അങ്ങനെ ഈ കുട്ടിയുടെ കൂടെ, കുട്ടി മരിച്ചതാണ്, അവരുടെ കൂടെ ഈ മാതാപിതാക്കളോട് ആ ചിതയിൽ കയറി. ദഗ്ധദേഹന്മാരുമായി ചെന്ന് മൂവരും, അങ്ങനെ ദേഹം ദഹിപ്പിച്ചിട്ട് പോലെ ഒരു മൂവരും എവിടെ പോയി? മിത്രാരി ലോകം ഗമിച്ചു വാണിട്ട് ഞാൻ ദേവലോകത്തേക്ക് പോയി. വൃദ്ധ തപോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്ന ചൊല്ലിന. ഈ ചിതയിലോട്ട് കയറിയപ്പോൾ തന്നെ അവസാനമായി കിട്ടിയ വാക്കാണ് ശാപം. എങ്ങനെയാ? ഈ പുത്രശോകത്താൽ മരിക്കുന്നു എന്നോട് പറഞ്ഞു. അതാണിപ്പോൾ എനിക്ക് ഈ പുത്രൻ്റെ ദുഃഖം വന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊരു ശാപമുഖാൻ ഇങ്ങനെ വന്നതാണ്. അതെന്താ? മൃഗയ വേട്ടയാടാൻ പോയപ്പോൾ ഇന്നെല്ലാം സംഭവിച്ചതുകൊണ്ടുള്ള ആ മുനിയുടെ ആ താപസന്റെ ശാപം. വൃദ്ധശോകാൽ മരിക്കുന്ന, അത് പുത്രശോകാൽ. വൃദ്ധ തപോധനൻ അന്നേരം എന്നോട് പറഞ്ഞു, ഈ വൃദ്ധനായ ഈ താപസൻ നീ പുത്രവിഷമത്താൽ മരിക്കുന്ന ചൊല്ലിനാൻ. ശാപകാലം നമുക്ക് ആഗതമായതു താപസഭാഗ്യം അസത്യമായും വരാ മന്നം. അപ്പൊ ഈ മുനിയുടെ ശാപം അസത്യമാകത്തില്ല, അത് സത്യമായി വരും. അന്നവനേവം പറഞ്ഞു വരാ മന്നവനേവം പറഞ്ഞിങ്ങനെ വിലാപിച്ച് പിന്നെയും കേണു തുടങ്ങി. ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും ഈ രാജാവ് ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും അതുവരെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോഴൊന്നും കരഞ്ഞില്ല. ഈ ദുഃഖങ്ങളെല്ലാം പറഞ്ഞ് കൗസല്യയ്ക്ക് പറഞ്ഞു കൊടുത്ത്, എന്നെ ഉള്ളി കൊണ്ട് എന്നെ കുത്തി നോവിക്കല്ല, ഇതാണ് കാരണം. ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഹാ ഗുണാംബുധേ. നിങ്ങളോടും പിരിഞ്ഞെൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്ക് സുരാലയം. അങ്ങനെ രാമ സീത ലക്ഷ്മണൻ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇദ്ദേഹം അതായത് ദേവലോകത്തേക്ക് പോയി മരിച്ചു. നാരീ ജന വിലാപം. സ്ത്രീകൾ കരയുന്നു. ദുഃഖിച്ചു രാജനാരീജനവും പുരരൊക്കെ വാവിട്ട് കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേളുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. അങ്ങനെ ഈ വക്ഷസി ദേശത്തൊക്കെ അടിച്ചിങ്ങനെ കരയുന്നു സ്ത്രീകൾ. അങ്ങനെ വസിഷ്ഠ മഹാമുനി ഇത് കേട്ട് മന്ത്രികളോട് ഉഴറി സംഭ്രമം അന്തപുരമകൻ കരുളി ചെയ്തു. തൈലമയ ദ്രോണിയെ തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായുവാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചു ഇന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. ദൂതന്മാരടുത്ത് പറഞ്ഞു വിട്ടു. വേഗമേറിടും കുതിര ഏറിച്ചെന്ന് കേകയ രാജ്യമകമ്പുക്ക് ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതെ അയക്കണം. ശത്രുഘ്നോടും ഭരതനെയും അതി വിദ്രുതം ചെന്ന് ചൊല്ലുക എന്ന് അയച്ചിടിനാൻ. ശത്രുഘ്നും ഭരതനെല്ലാം കേകയ രാജ്യത്താണല്ലോ. അങ്ങനെ യുധാജിത്തിനോട് ചെന്ന് പറയണം, പെട്ടെന്ന് തന്നെ അവരെ ഇങ്ങോട്ട് അയക്കണം. സത്രം കേകയ രാജ്യം അകമ്പുക്ക് നത്വ യുധാജിത്തിനോട് ചൊല്ലിയിടിനാൻ. അങ്ങനെ ദൂതന്മാർ പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് പറഞ്ഞു. ഭരത ആനയനം, അതായത് ഭരതൻ ഇങ്ങോട്ട് വരുന്നു. കുട്ടികൾ അറിഞ്ഞിട്ടില്ല. കേൾക്ക നൃപേന്ദ്ര, വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്ക് അയക്കെന്ന് ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്ന ചൊല്ലിനാൻ. കാര്യം പുറപ്പെട്ടതു. കുമാരന്മാരും പെട്ടെന്ന് തന്നെ അവരെ പറഞ്ഞിങ്ങോട്ട് വിട്ടു. ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു താതരെന്നാകിലും ഭ്രാതാവിനാകിലും. ഇങ്ങനെ എന്തോ ഒരാപത്തകപ്പെട്ടെന്ന് കുട്ടികളിങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ച് മാർഗേ ഭരതനും സന്താപമോട് അയോധ്യാപുരിവുക്ക് സന്തോഷവർദ്ധിതം ശബ്ദഹീനം തഥാ. അങ്ങനെ വഴിയിലൊക്കെ വെച്ച് ഇങ്ങനെ ചിന്തിച്ചു, എന്ത് കുഴപ്പമാണ് വന്നത്, എന്തിനാ നമ്മളിങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വന്നു. പക്ഷെ വന്നപ്പോൾ എന്താ, അയോധ്യ പുരിബുക്ക് വന്ന് കയറി. അപ്പോഴെന്ത് കാണുന്നു? സന്താപം, വിഷമം. അവിടെ എല്ലാം എന്താണെന്ന് അറിയുന്നില്ല. സന്താപമോട് അയോധ്യ വരെ ഇങ്ങനെ വിഷമിച്ച് വന്നപ്പോൾ സന്തോഷവർദ്ധിതം ശബ്ദഹീനം തഥാ. സന്തോഷമില്ല, ശബ്ദമില്ല. ഭ്രഷ്ട ലക്ഷ്മീക അതായത് ഐശ്വര്യമില്ല, ലക്ഷ്മിയില്ല. ജനോൽബാധവർദ്ധിതം അതായത് ജനങ്ങളുടെ തിരക്കില്ല. രാജാവിൻ്റെ സ്ഥാനമല്ലേ, എന്നിട്ട് അവിടെങ്ങും ആരെയും കാണുന്നില്ല.
ദൃഷ്ടുവ വിഗതോത്സവം, അതായത് അവിടെ ആഘോഷമില്ല. രാജ്യം എന്തിത്, ഈ രാജ്യം എന്താ ഇങ്ങനെ? തേജോ വിഹീനമകം, തേജസ്സില്ല, തേജോ വിഹീനമകം പുക്കിതു ചെന്ന് അങ്ങനെ അവരകത്ത് ചെന്ന് രാജഗേഹം രാജലക്ഷ്മണവർജം അകത്ത് ചെന്നപ്പോൾ എന്തോന്നു അവിടെ ശ്രീരാമനും ലക്ഷ്മണനൊന്നും അവിടെ ഇല്ല. തത്ര കൈകേയെ കണ്ടു കുമാരന്മാർ ഭക്തിയ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ട് സന്തോഷണ മാതാവ് ഉത്ഥായ ഗാഠം ആലിംഗ്യ മടിയിൽ വച്ച് ഉത്തമാങ്കെ മുകർനാശ് ചോദിച്ചിതു ഭദ്രമല്ലി മൽകുലത്തിങ്കിലൊക്കവേ. അതായത് അങ്ങ് വീട്ടിൽ അവിടെ കേകയ രാജ്യത്ത് എല്ലാവരും സുഖമല്ലേ? മാതാവിനും ഭാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമല്ലല്ലേ പറക നീ. അവിടെ എല്ലാവർക്കും പിതാവിനും മാതാവിനും സഹോദരനൊക്കെ സുഖമല്ലേ? ഇത്തരം കൈകേയി ചൊന്ന നേരത്ത് അതിനുത്തരം ആശു ഭരതൻ ചൊല്ലിനാൻ. അതിന് ഉത്തരം എന്താ പറഞ്ഞത്? സുഖമാണെന്നല്ല പറഞ്ഞത്. ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതൻ എവിടെ വസിക്കുന്നു മാതാവേ. കുട്ടി അതിനുത്തരം ഇങ്ങനെയാ ചോദിക്കുന്നത്. അവർക്ക് അവിടുത്തെ കാര്യം അറിയാൻ വയ്യ. കുഞ്ഞ് ഇവിടെ വന്ന് പിതാവിനെ കാണാൻ എനിക്ക് ദുഃഖമുണ്ട്, അച്ഛൻ എവിടെ മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ട് കാൺമീല ഒരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നത് എന്നുണ്ട് ഉൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും മൽപിതാവ് എങ്ങ് പറകുന്ന അത് കേട്ട് തൽപ്രിയം ആശു കൈകേയും ചൊല്ലിനാൾ. എൻ മകൻ എന്ത് ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. എന്നുവെച്ചാൽ രാജ്യമൊക്കെ അഭിഷേകം ചെയ്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്തെന്നാ പറയുന്നത്. പിതാവ് എന്തെന്ന് പറയുന്നില്ല. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്ത് വിശ്വം എല്ലായിടവും കീർത്തി പരത്തിയ പുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. അങ്ങനെയുള്ള ഗതി നിനക്ക് വന്നു. തൊൽപിതാ എന്ന് പറയുന്ന അങ്ങനെ. എന്നിട്ടാണ് പിതാവിൻ്റെ കാര്യം അങ്ങോട്ട് പറയാൻ നാക്കെടുത്ത് തൊൽപിതാവെന്ന് കേട്ടൊരു ഭരതനും ക്ഷോണിതലെ ദുഃഖവിഹുല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ എത്രയും. ഹാ താത ദുഃഖ സമുദ്രേ നിമജ്യ മാം ഏതൊരു ദിക്കിന് പോയിതു ഭൂപതേ. ഈ ദുഃഖമാകുന്ന ഈ സമുദ്രത്തിൽ ഇത്രമാത്രമുള്ള ദുഃഖത്തിൽ നിന്ന് എവിടെ പോയി, നിമജ്യ എവിടെയിട്ട് മറിഞ്ഞു പോയി. അത് മുക്കിയിട്ട് ഈ ദുഃഖമാകുന്ന ഈ സമുദ്രത്തിൽ ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ മുക്കിയിട്ടിട്ട് എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇട്ടിട്ട് എവിടേക്ക് പോയി പിതാവേ? ഏതൊരു ദിക്കിന് പോയത് ഭൂപതേ രാജാവേ? എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്റെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങ് പോയിക്കൊണ്ട് പിതാവേ ഗുണനിധേ ഞങ്ങൾക്കും ആരുടയോരിന് ദൈവമേ. പുത്രനീ വണ്ണം കരയുന്ന അതുനേരം ഉത്ഥാപ്യ കൈകേയി കണ്ണുനേരും തുടച്ച് ആശ്വസിച്ചിടുക ദുഃഖേന കിം ഫലം. ഈശ്വര കൽപ്പിതം എല്ലാം അറിയ നീ. അഭ്യുദയം വരുത്തിയിടുന്നേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചത് അറിയ. നിനക്ക് ഞാൻ വേണ്ടുന്നൊക്കെ ചെയ്തിട്ടുണ്ട്, നീ ദുഃഖിക്കാതിരിക്കൂ. മാതൃവാക്യ സമാകരണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു. ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മമ താതൻ? മരിക്കുന്ന നേരത്ത് മാതാവേ എന്തെങ്കിലും അച്ഛനൊന്ന് പറഞ്ഞോ മാതാവേ? ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനക സുതേതി പുനഃപുനരാതുരനായി വിലാപിച്ചു മരിച്ചതു. ഇങ്ങനെല്ലാം പറഞ്ഞാണ് മരിച്ചത്. രാമാന്നും സീതാന്നുമല്ല നിലവിളിച്ചാണ്, ഇങ്ങനെ വിലാപിച്ചാണ് മരിച്ചത്. താതൻ അത് കേട്ട നേരം ഭരതനും മാതാവിനോട് സീതേ ജനക സുതേതി പുനഃപുനരാതുരനായി വിലാപിച്ചു മരിച്ചതു താതൻ. അങ്ങനെയാണ് അച്ഛൻ മരിച്ചത്. അത് കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൽ എന്തയ്യോ, താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ? അരികത്തുണ്ടായിരുന്നെ അങ്ങനെ വിളിക്കത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഭരതൻ അപ്പോഴാണ് അറിയുന്നത് അവരാരും അവിടെ ഇല്ലായിരുന്നെന്ന്. അവരാരും ഇവിടെ ഇല്ലായിരുന്നു എന്നത് കേട്ട് കൈകേയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകം ആരഭ്യ സന്നദ്ധനായത് കണ്ട നേരത്ത് ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ. നിന്നോട് അതിന് പ്രകാരം പറയാമല്ലോ, അത് ഞാൻ പറയാം. അങ്ങനെ മന്നവൻ ശ്രീരാമന് അഭിഷേകം തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞാനത് മുടക്കി. അത് നിന്നോട് പറയാം. 2 വരം മമ തന്നു തവ പിതാ പണ്ട്, അതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിന് പോകുന്നും മറ്റേതും ഭൂമിപൻ തന്നോട് ഇത് കാലം അർത്ഥിച്ചേ. ഇപ്പോൾ ഞാനത് ചോദിച്ചു. ഒന്ന് നിന്നെ ആ 2 വരത്തിൽ ഇപ്പം എനിക്ക് ആവശ്യമുണ്ട്. ഒന്ന് എന്താണ്, നിന്നെ വേണം ഇവിടെ വാഴിക്കാൻ, അതായത് ശ്രീരാമനെ വനത്തിൽ വിടണം. ഇതാണ് 2 വരവും ഞാൻ അങ്ങനെ ചോദിച്ചു. ഇപ്പോഴ് സത്യപരായണനായ നരപതി പൃഥ്വീതലൻ നിനക്കും തന്നു രാമനെ കാനനവാസത്തിനാ അയച്ചിടിനാൻ. അങ്ങനെ സത്യസന്ധനായ ഈ രാജാവ് നിന്നെ ഇവിടെ അഭിഷേകം ചെയ്തു, പിന്നെ രാമനെ വനത്തിൽ വായിച്ചു.
ജാനകീദേവി പാതിവൃത്യം ആലംബ്യ ഭർത്തസമം ഗമിച്ചിടിനാൾ ആശു. സൗമിത്രിയും ഭ്രാതാവിനോട് കൂടെ പോയാൻ. അവർ രണ്ടുപേരും അങ്ങനെ പോയി. സീതയും ലക്ഷ്മണനും രാമനോടെ പോയി. താതൻ അവരെ നിനച്ചു വിലപിച്ചു ഖേദന രാമരാമേതി ദേവാലയം പുക്കാൻ അറിയുന്നു. അങ്ങനെ രാമരാമേതി ജപിച്ച് കരഞ്ഞു വിലാപിച്ച് ദേവലോകത്തേക്ക് പോയി മരിച്ചുപോയി. മാതൃവാക്യം കേട്ട് ദുഃഖിച്ച് ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്ത് കൈകേയും ആഹന്ത ശോകത്തിന് എന്തൊരു കാരണം? രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിതു, പൂജ്യനായി വാഴുക, ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞു. അത് കേട്ടുടനെ ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നെ ദഹിച്ചുപോ അമ്മ എന്ന ആദി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ, നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേൻ ഒരു പുണ്യമില്ലാത്ത മഹാഭാവി ഞാനഹോ. നിന്നോട് ഉരിയാടരുത്, ഇനി ഞാൻ ചെന്ന് വന്നിയിൽ വീണു മരിപ്പൻ. അല്ലാകിലോ കാളകൂടം കുടിച്ചിടുവൻ, അല്ലാകിൽ വാളെടുത്ത് ആശ കഴുത്തർത്തിയിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ, ഇല്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരി, ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകൻ തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം ഭർസിച്ച് ദുഃഖിച്ചു സത്വരം ചെന്ന് കൗസല്യാഗൃഹം പുക്കാൻ. പാതയെ നമസ്കരിച്ച ഒരു ഭരതനെ മാതാവ് കൗസല്യം പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞ് അതിദീനയായ ഒരു കൗസല്യ ചൊല്ലിയിടിനങ്ങനെ. ഭരതൻ ഇങ്ങനെല്ലാം കരഞ്ഞ് ഞാൻ ചാവാൻ പോകുക, തീ വീഴും, അല്ലെങ്കിൽ ഞാൻ വിഷം കുടിക്കും, അല്ലെങ്കിൽ എന്താ പറഞ്ഞ എന്തൊക്കെയോ ചെയ്ത് കഴുത്തറക്കും, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് കരഞ്ഞും കൊണ്ട് കൗസല്യയുടെ വീട്ടിൽ ചെന്നു. അവിടെയാണല്ലോ പിതാവ്. അത് കുട്ടി അറിയുന്നില്ല. കൗസല്യയുടെ അടുത്തേക്ക് ചെന്നു. ഹിന്നയായൊരു കൗസല്യപ്പോൾ എന്ത് മെലിഞ്ഞ് കണ്ണീരും വാർത്തിങ്ങനെ അവർ ദുഃഖിച്ചിരിക്കുന്നു. ഇവരാണെങ്കിലോ മോന് രാജ്യം കിട്ടണമെങ്കിൽ സുഖിച്ചിരിക്കുന്നു. അങ്ങനെ കർമ്മദോഷങ്ങളിൽ ഇതെല്ലാം അകപ്പെട്ടത് എൻ മകൻ ദൂരത്ത് അകപ്പെട്ട കാരണം. അങ്ങനെ കൗസല്യ പറഞ്ഞു, എൻ്റെ മകൻ ദൂരത്തേക്ക് പോയതുകൊണ്ടാണ് പിതാവ് ഇങ്ങനെയെല്ലാം ആയിപ്പോൾ ഇതാണ് സംഭവിച്ചത്. ശ്രീരാമനും അനുജാതനും, അതായത് ലക്ഷ്മണനും സീതയും, ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചത് എന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിടിനാർ. നിർദ്ദ എന്നെയും ഇങ്ങനെ ദുഃഖത്തിൽ ആഴ്ത്തിക്കളയുന്നു. അവർക്ക് ഭർത്താവ് മരിച്ച ദുഃഖവും മകൻ വനത്തിൽ പോയ ദുഃഖവും എല്ലാം കൂടാകുമ്പോൾ അവർ ക്ഷീണിച്ച് കഷ്ടപ്പെടുത്തില്ലേ. അങ്ങനെ എന്നെ ദുഃഖാംബുരാശിയിൽ, അങ്ങനെ എന്നെയും ദുഃഖ അമ്പു അങ്ങനെ ആയിരുന്നു. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപതേ നാഥ ഭവാൻ മമ നന്ദനായി വന്നു. അവർ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ നാരായണനാണല്ലോ മകനായി എനിക്ക് വന്നത്. ജാതനായിട്ട് ഞാൻ കേവലം എങ്കിലും ദുഃഖം എന്നെ പിരിയുന്നില്ല ഒരിക്കലും. ഉൾക്കാമ്പിൽ ഓർത്താൽ വിധിബലമാതുല. എന്നിട്ട് എൻ്റെ ഭഗവാൻ നാരായണനാണ് എൻ്റെ മകനായി വന്നിട്ട് പോലും എനിക്ക് ഈ ദുഃഖം മാറുന്നില്ലല്ലോ ഭഗവാനെ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. ഇത്തം കരയുന്ന മാതാവ് തന്നെയും നത്വ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുര മാനസയാകായതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവരാജ്യ അഭിഷേകം മുടക്കിയ ആള് കൈകേയിയാകിയ മാതാവേ. ഇത് അഭിഷേകം മുടക്കിയത് കൈകേയാണ് മാതാവേ. ഞാൻ അറിഞ്ഞിട്ടില്ല, രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേ. അതെങ്കിലോ മാതാവ് ഞാൻ അറിഞ്ഞത്രേ അല്ല അത് ഇങ്ങനെ ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. രാഘവനാണ് ഇത് സത്യം എന്ന് അവർ ആണിട്ട് ആ കുട്ടി പറയുന്നു. ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മയെ പൂജിക്കുന്നതുകൊണ്ട് ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരാങ്ങൾ അരുന്ധതി തന്നെയും. അത് അത്രമാത്രം പാപം ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ എല്ലാം പാപം ഞാൻ വഹിക്കണം. ഖഡ്ഗേന അങ്ങനെ ചെയ്താൽ എൻ്റെ അഭിപ്രായത്തിലല്ല അതൊന്നും വന്നത്. അങ്ങനെ വന്നാൽ ഞാൻ ഇങ്ങനെയെല്ലാം ദുഃഖം പാപം ഞാൻ പേറണം. ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ ഞാൻ അനുഭവിച്ചിടുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്ത് ഇങ്ങനെ ദുഃഖം കലർന്നു. ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ. അപ്പോൾ മാതാവ് കൗസല്യ പറയുന്നു, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠം ഉത്തമാങ്കേ മുകർന്നാൾ. അത് കണ്ടവരൊക്കെ വാവിട്ട് കരഞ്ഞു തുടങ്ങിനാര. കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. അതായത് ഇങ്ങനെ പറഞ്ഞ് ഭരതൻ കരുന്നെല്ലാം കേട്ടിട്ട് ഗാഠം കൗസല്യ അദ്ദേഹത്തിന് പുണർന്ന് വാവിട്ട് കരഞ്ഞ് കണ്ടു നിന്നവരെല്ലാവരും അക്കഥ കേട്ട് വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോട് എഴുന്നള്ളി. ഈ കരച്ചിലെല്ലാം കേട്ടിട്ട് എല്ലാവരും അവിടെ വന്നു. സന്താപമോട് തൊഴുതു ഭരതനും രോദനം കണ്ട് അരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതി കേൾ, ഇത് കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ. നിന്റെ രാജാവ് ദശരഥൻ സത്യപരാക്രമൻ, വിജ്ഞാനവീര്യവാൻ, മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്കുക എല്ലാം
ഈ സുഖങ്ങളെല്ലാം അനുഭവിച്ചു. യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വ ബഹുധന ദക്ഷിണയും മുത ദത്വ ത്രിവിഷ്ടപം ഗത്വ യഥാസുഖം ഇതെല്ലാം അനുഭവിച്ച് അനേക ദാനങ്ങളും ദക്ഷിണകളും എല്ലാം ചെയ്ത് രാജഭോഗമൊക്കെ നന്നായി അനുഭവിച്ചിട്ടാണ് യഥാസുഖമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ദേവലോകത്ത്. ലബ്ധ്വ പുരന്തരാഘാസനം ദുർലഭം വസ്ത്രാര്യമുഖ്യ ത്രിദശൗഖ വന്ധ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്ത്. അങ്ങനെ ദേവലോകത്ത് അർത്ഥാസനം ദേവേന്ദ്രൻ്റെ അതും കിട്ടി. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഒരു പിതാവിനെ പിന്നെ വൃത്രാരി മുഖ്യ ത്രിദശൗഖ വന്ധ്യനാം ആനന്ദമോടിരിക്കുന്നതിന് എന്ത്. നീ ആനനം താഴ്ത്തി നേത്രാമ്പ് തുകിടുന്നു നിന്റെ മുഖത്തിൽ നിന്ന് എന്തിനാ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ കരയുന്നത്. അദ്ദേഹം ഈ സുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ടല്ലേ ദേവലോകത്ത് ദേവേന്ദ്രൻ്റെ അടുത്ത് എന്ന് അവിടെ വാഴുന്നത്. അതുകൂടെ ഭാഗ്യം എന്താ ഉള്ളത്. ശുദ്ധനാത്മാ ജന്മനാശാദി വർദ്ധി, അത് ശുദ്ധനാണ് ആത്മാവ്, അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശുദ്ധനാണ്. ജന്മനാശാദി ജനന മരണങ്ങളെല്ലാം ഇല്ലാതെ അതെല്ലാം വർദ്ധിച്ചിട്ടാണ് പോയത്. ഇനി ജനിക്കുകയും വേണ്ട, ഇനി മരിക്കുകയും വേണ്ട. അങ്ങനെ ദേവലോകത്ത് ചെന്നിട്ടുണ്ട്. നിത്യൻ നിരുപമൻ അവ്യൻ അദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യു ജന്മാതിഹീനൻ ജഗൽ കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭങ്കുരം. ഈ മനുഷ്യൻ്റെ ഈ ദേഹം ജഡമാണ്, ക്ഷണഭങ്കുരമാണ്, പെട്ടെന്ന് നശിക്കുന്നതാണ്. മോഹയ്യ കാരണ മുക്തി വിരോധകം, അതായത് മോഹം കാരണം ആഗ്രഹം കാരണം നമുക്ക് മുക്തി കിട്ടാതെ പോകുന്ന ഒരു ദേഹമാണ് നമ്മുടേത്. ശുദ്ധിവിഹീനം, ശുദ്ധിയില്ലായ്മ, പവിത്രമല്ല, ഒട്ടുമുള്ള ദേഹങ്ങളൊന്നും ഒരു വൃത്തിയുള്ളതല്ല. അതിനകത്ത് എന്തിനാ ഇങ്ങനെ ആ ചിത്തയെ വിചാരിച്ച് കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിന് അവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യു വശാത്മനാം. ഈ ദുഃഖം കൊണ്ട് നമുക്ക് എന്തുണ്ടാകും? മരണമേ ഉണ്ടാകൂ. അതിനെന്ത് വേണം? താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ മൂഢരായുള്ളവർ അവർ മരിച്ചാൽ, താതനായാലും മക്കളായാലും ആരായാലും മരിച്ചാൽ മൂഢരായുള്ളവർ എന്ത് ചെയ്യുന്നു? വിവരമില്ലാത്ത അജ്ഞാനികൾ മാറത്തലച്ച് തൊഴിച്ച് മുറവിളിച്ച് ഏറെ തളർന്ന് മോഹിച്ച് വീണിടുവോർ അങ്ങനെയാണ് അറിവില്ലാത്തവർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വേണം? നിസ്സാരം എത്രയും സംസാരം ഓർക്കിലോ. ഇതെല്ലാം നിസ്സാരമാണ്. ഈ ലോകം അങ്ങനെയാണ്. സത്സംഗം ഒന്നേ ശുഭകരമായുള്ളൂ. അതുകൊണ്ട് നീ സത്സംഗം ചെയ്യുക. ഈശ്വരനെ പ്രാർത്ഥിച്ച് സത്സംഗം നല്ല പ്രവർത്തനം ചെയ്ത് ശുഭകരമായുള്ളതാണ് നമുക്ക് ശുഭമുള്ളത്. തത്ര സൗഖ്യം വരുത്തിടുവാൻ നല്ലത്. നമുക്ക് സുഖമുണ്ടാവണമെങ്കിൽ അതാണ് സൗഖ്യം ഉണ്ടാകുന്നത്. നിത്യമായുള്ളൊരു ശാന്തി, അതാണ് നിത്യമായുള്ള ശാന്തി. സത്സംഗം എന്ന് വെച്ചാൽ എന്താണ്? നല്ല സജ്ജനങ്ങളുമായിരുന്നു ഈശ്വരനെ ആരാധിക്കുക, ഈശ്വര കഥകൾ പറയുക, കേൾക്കുക, നല്ല പ്രവൃത്തി ചെയ്യുക, ഇതൊക്കെയാണ് ശാന്തി. അതുകൊണ്ട് നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയമാണ്. ജനിച്ചാൽ നമ്മൾ മരിച്ചേ പറ്റൂ. ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥ എന്നോർക്കണം. എല്ലാം സ്വകർമ്മവശകൾ. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? ആർക്കൊരു കുറ്റം ചെയ്തെല്ലാം നമ്മുടെ തന്നെ കർമ്മങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തത്വം അറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്ര അർത്ഥകളത്രാദി വസ്തുനാ വേർപെടുന്നേരം ദുഃഖമില്ലേതുമേ. അതായത് പുത്രനോ മിത്രമോ ഭാര്യയോ ഭർത്താവോ മരിച്ചാൽ ദുഃഖിക്കാത്തത് എന്താണ്? വിദ്വാൻ, ജ്ഞാനി, അവർക്കറിയാം ഇത് നിസ്സാരമായ ഈ ജഡം അത് നാർന്ന തോൽപാത്രമാണ്. അത് പുതിയ ഒരു വസ്ത്രം എടുത്ത് പഴയതിനെ കളഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെയേ ഉള്ളൂ. നമ്മൾ ജീർണിച്ച ഈ വസ്ത്രം എടുത്ത് കളഞ്ഞിട്ട് അടുത്തൊരു വസ്ത്രം എടുത്ത് കൊടുക്കുന്നത് പോലെ നമ്മുടെ ഈ ജീർണിച്ച ദേഹം മുഷിയുമ്പോൾ ഈ ദേഹം കളഞ്ഞിട്ട് പുതിയ ഒരു ദേഹത്തിലേക്ക് കയറുന്നു. അത്രയേ ഉള്ളൂ. അതാണ് വേർപെടുന്ന നേരം ദുഃഖം. അതുകൊണ്ട് ആർക്കും വിജ്ഞാനികൾക്ക് ഒരു വിഷമവുമില്ല. അതിന് വിദ്വാനാവുക. ഈ കരയുന്നത് ആരാ? മൂഢന്മാരാണ്. അതുകൊണ്ട് അപ്പോൾ പുത്രമെത്ര അർത്ഥകളത്രാദി വസ്തുനാ വേർപെടുന്ന നേരം അവർ പിരിയുമ്പോൾ മരിക്കുമ്പോൾ ദുഃഖമില്ലേതുമേ. സോവേദൻ എന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതുള്ള ഉണ്ട്. ഇതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാ ഉള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നിതും ചിന്തിച്ചു മായ ഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്ക് എന്ത് സംഭ്രമം. കമ്പിതപത്ര അഗ്രലഗ്നാമ്പു ബിന്ദുവൽ സമ്പതിച്ചിടും ആയുസ്സിന് നശ്വരം. അതായത് ഒരു വിറയ്ക്കുന്ന ഒരു ഇലയിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലയുടെ തുമ്പിൽ തിങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളി, ഒരു ഇലയുടെ തുമ്പിൽ ഒരു തുള്ളി വെള്ളം നിൽക്കുന്നു. അത് ഇല ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും? അങ്ങ് പോകും. അതുപോലെയാണ് നമ്മുടെ നമ്മളൊരു ഇലയാണെങ്കിൽ അതിൽ ഒരു തുള്ളി ഈ ജീവൻ. അത് ഇങ്ങനെ നമ്മളിങ്ങനെ വിറച്ചല്ലേ നിൽക്കുന്നത്. എപ്പോഴും പോകാം, എപ്പോൾ പോകാം, വെള്ളം എപ്പോൾ പോകാം, ആ ഇലയിൽ നിന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ വിറച്ച് അത് എപ്പോഴാണ് പോകണമെന്ന് അറിയില്ല. അതാണ് നമ്മുടെയൊക്കെ ഈ ജീവിതം. അത് കമ്പിത പത്ര ഇല,
ആ അഗ്രത്ത് ലഗ്ന അമ്പു ബിന്ദുവൽ, ഒരു തുള്ളി അമ്പു വെള്ളം ആ ഇലയുടെ അറ്റത്ത് ഇങ്ങനെ നിന്നാൽ, വിറച്ചിരിക്കുന്ന ഇലയിൽ നിന്നാൽ സമ്പതിച്ചിടും ആയുസ് ഇത് നശ്വരം. അങ്ങനെ നമ്മുടെ എല്ലാ ആയുസ് നശിക്കുന്നു, പോകുന്നു. പ്രാജ്ഞ ദേഹസ്ഥ കർമ്മണ, പിന്നെയും പ്രാപ്തമാ ദേഹിക്ക് ദേഹം പുനരവി, വീണ്ടും വീണ്ടും ജനിക്കുന്നു മരിക്കുന്നു. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേഹികൾ പൂർണ്ണ ശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. അത് ഞാൻ പറഞ്ഞതാണ്. ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണ ശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിന് ഭ്രമണ വേഗത്തിന് മൂലമി കർമ്മ ദേഹങ്ങൾ അറിയ നീ. ദുഃഖത്തിന് എന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. എല്ലാ ജനങ്ങളും ഇത് കേൾക്കൂ, ഞാൻ പറയാം. ആത്മാവിനില്ല ജനന മരണവും, ആത്മന് ചിന്തിക്കുക ഷഡ്ഭാവവുമില്ല. ആത്മാവിന് മരണമില്ല, നമ്മുടെ ദേഹമേ പോകുന്നുള്ളൂ. ഞാനെന്നുള്ള ആ പരമാത്മാവായ അംശം നമ്മളിൽ അത് നശിക്കുന്നില്ല. അത് ഷഡ്ഭാവവും അല്ല, 6 ഭാവങ്ങളുണ്ട്. അതും ആത്മാവില്ല, ദേഹത്തിനേ ഉള്ളൂ. നമ്മുടെ ദേഹമാണ് ജനിക്കുന്നു. അത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, പിന്നെ മരണം. ഇത് ആർക്കാ ഉള്ള? ഈ ദേഹമാണ്. ദേഹത്തിന് അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പൊടിയായിട്ട് ജനിക്കുന്നതും പിന്നെ വളർന്നു വരുന്നതെല്ലാം ദേഹത്തിലുള്ള ആത്മാവ് ഒരേ വസ്തുവായി തന്നെ നിൽക്കുന്നതാണ്. അതിന് ഏറ്റക്കുറച്ചിലില്ല. നിത്യാനന്ദ സ്വരൂപം നിത്യം ആനന്ദമാണ്. അപ്പം ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് എപ്പോഴും ആനന്ദമാകുന്നു. അങ്ങനെയുള്ള സ്വരൂപനാണ്, നിരാകുലനാണ്, സത്യസ്വരൂപനാണ്, സകലേശ്വരൻ, ശാശ്വതനാണ്, ബുദ്ധിയാദി സാക്ഷി, സർവാത്മാ, സനാതനൻ, അദ്വയൻ, ഏകൻ. അത് അദ്വയൻ ഏകനാണ്. അത് അദ്വയൻ ഏകൻ, പരൻ, പരമൻ, ശിവൻ. അനാരതം ചിന്തിച്ച് ഉദ്ദേശത്തെ ദൃഢമായി അറിഞ്ഞ് ദുഃഖങ്ങളും ഇതെല്ലാം നമ്മൾ മനസ്സിലറിയണം. അറിഞ്ഞിട്ട് ദുഃഖങ്ങളും തെക്കുക തുടങ്ങുക. ഈ ദുഃഖങ്ങളെല്ലാം ഇത് മനസ്സിലാക്കിയിട്ട് അതിനെ കളയുക, ത്യജിക്കുക, ദുഃഖങ്ങളെല്ലാം കളയുക തുടങ്ങുക. കർമ്മ സമൂഹവും സത്വം ഏതും വിഷാദമുണ്ടാകില്ല. നമുക്ക് എന്ത് തുടങ്ങണം? സൽക്കർമ്മങ്ങൾ തുടങ്ങുക. നീ അതുകൊണ്ട് നന്നായി നല്ലതിനെ ചെയ്യാൻ പഠിക്കൂ. അങ്ങനെ വിഷമം ഉണ്ടാകാതിരിക്കൂ. പിതാവിൻ്റെ സംസ്കാര കർമ്മമാണ്. ശ്രുത്വ ഗുരുവചനം നൃപനന്ദനൻ കൃത്വ യഥാവിധി സംസ്കാര കർമ്മവും. അങ്ങനെ പിതാവിനെ സംസ്കരിക്കാനുള്ള കർമ്മം. മിത്ര ഭൃത്യ അമാത്യ സോദരോ ഉപാധ്യായ യുക്തനായ ഒരു ഭരതകുമാരനും താതശരീര എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവ്വം എടുത്തു നീരാടിച്ചു. ദിവ്യാംബര ആഭരണ ആലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരി ഭക്തിയ കഴിച്ചതു പിണ്ടവും ആദരാൽ. വേദപരായണന്മാരാൻ ഗോധന ഗ്രാമരത്നാംബര ഭൂഷണ ലേപന താമ്പുല പൂകങ്ങൾ തോഷണ ദാനവും ചെയ്ത് സസോദരം വീണു നമസ്കരിച്ച് ആശീർവചനം ആ ദാനവും ചെയ്ത് വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ച് അനുദിനം മാനവവീരനായ ഒരു ഭരതനും അനുജനായി വസിച്ചിടിനാൻ അദ്ദിനം. നാനാ സുഹൃജനത്തോടും അനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തവന്മാരുമായി വന്നു സഭാന്തികേ. അർണോരുഹാസന സന്നിഭന മുനി സ്വർണാസനെ മരുവിടിനാൻ ആദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തി അന്നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംഭോജ സംഭവന നന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശ ചൊല്ലിയിടുവൻ. സത്യസന്ധനന്തവ താതൻ ദശരഥൻ പൃഥ്വീതലൻ നിനക്കദ്യ നൽകിടിനാൻ പുത്ര അഭ്യുദായാർത്ഥം യേശ കൈകേയിക്ക് ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവ്വം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോട് അൻപോട് ചെയ്തിടുവൻ. അരാജകമാം ഭവാനാൽ ഇനി ത്യാജം അല്ലെന്ന് ധരിക്ക കുമാര. നീ താത നിയോഗം അനുഷ്ഠിക്കുകയും വേണം. പാതകമുണ്ടാകതല്ലെങ്കിൽ ഏവനും ഒന്നൊഴിയാത്ത ഗുണങ്ങൾ നരന്മാർക്ക് വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നാൽ ചെയ്ത് വസിഷ്ഠ മനിയോട് തന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയന്നു രാജ്യം കൊണ്ട് കിം ഫലം. മന്നവനാകുന്നത് മമ പൂർവജൻ. ഞങ്ങൾ അവരുടെ കിങ്കരന്മാരത്രേ. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ. വാഴുന്നു മേവുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പൂർവ്വജൻ എൻ്റെ ജ്യേഷ്ഠനാണ്, ഇതിനെല്ലാം അവകാശി. ഞങ്ങൾ അവരുടെ ദാസന്മാരാണ്, അനുജന്മാർ. നിങ്ങൾക്കതെല്ലാം അറിയാമല്ലോ. അങ്ങനെ ഭരതൻ്റെ വനയാത്രയാണ്. അവിടെ
നാളെ പുലർകാലെ പോകുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങി പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആന തേർ കാലാൾ കുതിരപ്പടയോടും ആനക ശംഖ പടക വാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനി പാലക വൈശ്യ ശൂദ്രാദിയും സാദരം ആശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം. രാമനെ യാഗമെത്തിയിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. രാമനെ പോലെ ഞങ്ങൾ അവിടെ തന്നെ ശയിക്കുന്നതേ ഉള്ളൂ. വന്നില്ലെങ്കിൽ രാമനെ കൊണ്ടുവരാനായിട്ട് അവർ വനത്തിലേക്ക് പോവുകയാണ്. അതാണ് ഭരതൻ്റെ വനയാത്ര എന്ന് പറഞ്ഞത്. ഭരതൻ്റെ അങ്ങനെയും ഞങ്ങൾ അവിടെ ശയിക്കുന്നതേ. മൂലഫലങ്ങൾ ഭുജിച്ച് ഭസിതവും ആലേപനം ചെയ്ത് വൽക്കലവും പൂണ്ട്. എന്നാൽ അവർക്ക് വൽക്കലമൊക്കെ ധരിച്ച് ഭസ്മമൊക്കെ പൂശി മൂലഫലങ്ങളെല്ലാം കഴിച്ച് മൂലഫലങ്ങൾ ഭുജിച്ച് ഭസ്മമൊക്കെ പൂശി ആലേപനം ചെയ്ത് വൽക്കലവും പൂണ്ട് താപസ വേഷം ധരിച്ച് ജടപൂണ്ട് താപം കലർന്ന് വസിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാനും അവിടേക്ക് പോകുന്നു, എല്ലാവരുമായിട്ട് പോകുന്നു. കൈകൈ ഒഴിച്ചതാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം മക്കളെ. തൊണ്ടയുടെ അടപ്പും തുറപ്പൊക്കെ നന്നായി വരുന്നതേ ഉള്ളു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ മക്കളെ. എല്ലാവർക്കും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.